നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു നേതാക്കളെ മർദ്ദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല. മുൻപും ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും എന്ന് ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നില്ല. ജോലിത്തിരക്ക് ചൂണ്ടിക്കാണിച്ച് അനിലും സന്ദീപും ഹാജരാകുന്നത് നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടെയാണ് ദിവസം വ്യക്തമാക്കി പുതിയ നോട്ടീസ് നൽകിയത്. അതിലും അനുകൂല പ്രതികരണമില്ല. നിയമസഭാ സമ്മേളനത്തിനായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സുരക്ഷാ ചുമതലയിൽ അനിൽകുമാറും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനാംഗം എസ് സന്ദീപിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. സന്ദീപ് ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇരുവരും ഹാജരാകേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അനിൽകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതെന്ന് സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് നേരിട്ട് ചെന്നാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയത്. 2 ആഴ്ചത്തെ ശ്രമത്തിന് ശേഷമാണ് അനിലിന് നോട്ടീസ് നൽകാനായത്. മുൻപ് പലതവണ ശ്രമിച്ചപ്പോഴും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജോലിയുടെ തിരക്കാണെന്നായിരുന്നു അനിലിന്റെ മറുപടി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ചപ്പോഴും സ്ഥലത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഉണ്ടെന്ന് ഉറപ്പിച്ച ശേഷം നോട്ടീസ് നൽകുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് എ.ടി. തോമസും പോലീസ് നടപടി ഇഴയുന്നതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാനിടയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കൃത്യമായ തീയതി വച്ച് നോട്ടീസ് നൽകിയത്. ഈ സാഹചര്യത്തിൽ വീണ്ടും കേസ് കോടതിയിലെത്താൻ സാധ്യതയുണ്ട്. കോടതിയുടെ നിലപാടാകും ഇനി കേസിൽ നിർണായകം. നവകേരള സദസ്സിനായി ജില്ലയിലെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസിന് മുന്നിൽ പ്രതിഷേധിച്ചതിനാണ് ഡിസംബർ 15-ന് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ഇവർക്ക് മർദ്ദനമേറ്റത്. അജയ് തോമസ് എന്നിവരെ പോലീസ് തടഞ്ഞ് റോഡരികിലേക്ക് മാറ്റിയ ശേഷമാണ് പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി അനിലും സന്ദീപും ഇവരെ നീളമേറിയ വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ സമരക്കാരെ മർദ്ദിക്കുന്നത് താൻ കണ്ടില്ലെന്നായിരുന്നു ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പരാതിക്കാരുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം എതിർകക്ഷികളോട് ഹാജരാകാൻ നിർദ്ദേശിക്കുമെന്നായിരുന്നു. നടപടി വൈകുന്നത് സംബന്ധിച്ച് പോലീസ് നിലപാട്. മർദ്ദനമേറ്റവരുടെ പരിക്ക് സംബന്ധിച്ച് ആശുപത്രികളിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലത്തെ ബന്ധമുണ്ട് അനിൽകുമാറിന്. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തരുടെ പട്ടികയിലാണ് അനിൽകുമാറിന്റെ സ്ഥാനം. എന്തായാലും അനിൽകുമാറിനെ സംരക്ഷിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും ഇത്രയും ദിവസം ഹാജരാകാതിരുന്നതും ഇന്ന് സഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയതും. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് എ.ടി. തോമസും പോലീസ് നടപടി ഇഴയുന്നതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാനിടയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കൃത്യമായ തീയതി വച്ച് നോട്ടീസ് നൽകിയത്.